നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അസ്വാഭാവിക മരണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുന്നത്. കമ്പനിയിലെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി അടക്കമാണ് കർണാടക പോലീസ് രേഖപ്പെടുത്തുക. കേരളത്തിലെ സംരംഭങ്ങളുടെ ചുമതലക്കാരനായ TJ ജോസഫിന്റെ മൊഴി ബംഗളൂരുവിൽ വെച്ച് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ CJ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ചത്. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് സ്ഥാനത്തുള്ളയാളെ ജുഡീഷ്യൽ കമ്മീഷനായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ED ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം. ഇൻകം ടാക്സ് ED പരിശോധനയിൽ പ്രോട്ടോകോൾ പാലിച്ചിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ റോയിയുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് നിന്ന് വെടിയുണ്ട കണ്ടെത്തി. 6.35 മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത്. ശരീരഭാഗങ്ങളും വെടിയുണ്ടകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആത്മഹത്യയിലൂടെ കുടുക്കിയത് വൻപന്മാരെയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കർണാടക കണ്ട ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായ മരിച്ച IAS ഉദ്യോഗസ്ഥൻ DK രവിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത്. CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നിയമവിരുദ്ധ പ്രവർത്തനം അന്നത്തെ കോലാർ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന DK രവിയാണ് കണ്ടെത്തിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് DK രവി തന്നെ മാധ്യമങ്ങൾക്ക് പ്രസ്താവന നൽകിയിരുന്നു. ഗോൾഫ് കോഴ്സുകളും വില്ലകളും നിർമ്മിക്കുന്നതിനായി കോൺഫിഡന്റ് ഗ്രൂപ്പ് കോലാറിൽ വലിയൊരു തുക ഭൂമി വാങ്ങി കൈയടക്കിയിരുന്നു. ഇതിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് 40 ഏക്കറിലധികം സർക്കാർ ഭൂമി അനധികൃതമായി കൈയടക്കി. വ്യാജരേഖകൾ സൃഷ്ടിച്ച നിരവധി ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും MLA-മാരുടെയും ഒക്കെ സഹായത്തോടെയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നാണ് രേഖകൾക്കൊപ്പം DK രവി തന്നെ പുറത്തുവിട്ടത്. 2013-14 നടന്ന ഈ കേസ് ഇപ്പോൾ CJ റോയിയുടെ മരണത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ്. കോലാറിൽ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന DK രവി കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയ അഴിമതി പുറത്തു കൊണ്ടുവരികയായിരുന്നു. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരിൽ അന്നത്തെ കോലാറിലെ പ്രാദേശിക MLA-മാരും ഉൾപ്പെടുന്നുണ്ട്. MLA-മാർ DK രവിയെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് അഴിമതി തുറന്നു കാട്ടിയതിനു തൊട്ടു പിന്നാലെ DK രവിയെ കോലാറിൽ നിന്ന് സ്ഥലം മാറ്റി. ഇതിന് പിന്നിൽ അദൃശ്യകരങ്ങളുണ്ടെന്ന ശക്തമായ ആരോപണമുണ്ടായിരുന്നു. സ്വകാര്യ സ്ഥാപനം കയറിയ റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കുവാൻ അദ്ദേഹം നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മറ്റൊരു ചുമതലയിലേക്ക് മാറേണ്ടി വന്നു. പിന്നീട് ആ ഫയലുകൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. DK രവി എന്ന IAS ഉദ്യോഗസ്ഥൻ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഈ IAS ഓഫീസറുടെ മരണം ആത്മഹത്യയായിട്ടാണ് രേഖപ്പെടുത്തിയത്. DK രവിയുടെ മരണത്തിന് പിന്നിൽ CJ റോയ്ക്ക് പങ്കുള്ളതായി അന്ന് ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലെ ഓഫീസിൽ നിന്നും കള്ളപ്പണ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡിലൂടെ പിടിച്ചെടുത്ത് മുദ്രവെച്ച് സീൽ ചെയ്തവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് CJ റോയ്ക്ക് കുരുക്കായി മാറുമെന്നത് ഉറപ്പായിരുന്നു. ഈ രേഖകൾ പുറത്തുവരികയും അവയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്താൽ താൻ വർഷങ്ങളായി കെട്ടിപ്പൊക്കി കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന വ്യവസായ സാമ്രാജ്യം തകർന്നു പോകുമെന്നാണ് CJ റോയ് ഭയപ്പെട്ടത്. CJ റോയ് ആത്മഹത്യ ചെയ്യുന്നതും ഒരാഴ്ച മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി 700 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്ന വിവരവും പുറത്തുവന്നിരുന്നു. എന്നാൽ ഇത് കള്ളപ്പണ ഇടപാടായി നടന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ ഇൻകം ടാക്സ് പരിശോധന നടക്കുന്നതിനാൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 8 കമ്പനികളിലെയും വൻകിട ബിനാമി നിക്ഷേപകരിൽ ചിലർ തങ്ങളുടെ നിക്ഷേപം തിരിച്ചുപിടിക്കുവാൻ CJ റോയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു എന്നതാണ് എല്ലാം തന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരു വെടിയുണ്ടയിൽ ജീവിതം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ CJ റോയിയെ പ്രേരിപ്പിച്ചത്. തന്റെ രക്ഷയ്ക്കായി എപ്പോഴും സൂക്ഷിച്ചിരുന്ന തന്റെ പിസ്റ്റളിൽ നിന്നും ഒരു വെടിയുണ്ട തന്റെ നെഞ്ചിലേക്ക് പായിച്ച CJ റോയ് നിരവധി വെടിയുണ്ടകൾ മറ്റു പലർക്ക് നേരെയും ഉതിർത്തുകൊണ്ടാണ് മടങ്ങിയതെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്.